ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ ഇന്ന് 2 ഗിഫ്റ്റുമായിട്ടാ വന്നേക്കുന്നത്. അതാണ് ഇച്ചിരി ഒച്ച കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനോട്ടെ ചുമയാട്ടോ. ഇപ്പം ഈ ചില സമയത്ത് ഭയങ്കര മഞ്ഞ്, കാലാവസ്ഥ എന്നാ പറ്റില്ല. ഇന്ന് നല്ല മഴത്തുള്ളി വീണതാണ്. പക്ഷെ അടുത്ത ദിവസം പെയ്യും. ദൈവമേ ഉള്ളിയാഴ്ച 2 മാസം കിടക്കും. ഏപ്രിൽ മാസം 50 നോയമ്പ് അല്ലേ? ദുക്കുള്ളിയാഴ്ച പെയ്യും. അതെ, അപ്പൊ മഴയൊന്നും ഇല്ല. എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അപ്പൊ ചേട്ടായുടെ സമ്മാനങ്ങൾ ചേട്ടായി കാണിച്ചു. ഫസ്റ്റ് ഇന്ന് ചേട്ടായി വന്നപ്പം കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബാംഗ്ലൂരുള്ള ഒരു മോൾ അയച്ചേക്കുന്നതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിന്ധുമേ അയച്ചിട്ടുണ്ട്, പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ, ലേറ്റായി പോവും, സോറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂർ ഉള്ളൊരു മോള് എനിക്ക് ബർത്ത്ഡേക്ക് അയച്ചേക്കുന്നതാണ്. എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു വലിയ പാക്കറ്റാണ് കേട്ടോ. പിന്നെ ഇത് കണ്ണൻ ഓൺലൈൻ വഴി ചെരുപ്പ് മേടിച്ചതാണ്. ഇത് എത്ര ഉണ്ടായിരുന്നു ചേട്ടായി? 4 ഉണ്ടായിരുന്നു. ഒരെണ്ണം ചേട്ടായിക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള എടുത്തോളാം. ഒരെണ്ണം ചേട്ടായിക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒരു മോള് ചേട്ടായിക്ക് ടീഷർട്ട് അയച്ചേക്കുന്നത്. 2 അയച്ചു, പക്ഷെ ഒരെണ്ണം ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പം ചേട്ടായിക്ക് അയച്ചേക്കുന്നതാണ് കേട്ടോ അത്. അപ്പം നമുക്ക് കാണിച്ചു തരാവേ. ഇത് കണ്ണൻ ഓൺലൈനിൽ അയച്ചതാണ്. അപ്പൊ എന്നോട് ഓർഡർ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, മാമ ചെരുപ്പ് പറഞ്ഞു. അപ്പം എനിക്കൊക്കെ വേണ്ട, നീ കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇഷ്ടമുള്ള സാധനം പല കളറുണ്ട്, നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം നമുക്ക് പച്ചയാണ് പറ്റിയത്. അപ്പോൾ ഞാൻ ആ പച്ചയും എടുത്തു. സാധനം നല്ല നല്ല പഞ്ഞിമാരി ഇപ്പുണ്ട്, ഗ്രിപ്പും ഉണ്ട് കേട്ടോ. താഴെ വലിയ വിലയില്ല. 4 എടുത്തപ്പോ 200 സംതിങ് എങ്ങാണ്ട് 67 രൂപ വിലയുള്ളൂ ഒരെണ്ണത്തിന്. വരുമ്പോൾ പക്ഷെ വള്ളിയൊക്കെ നല്ല വള്ളിയാണ്, സൂപ്പറാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇടുകയും ചെയ്യാം. നമ്മള് പരിക്കാത്തിരുന്നത് 4 മാസത്തേക്കുള്ളൊന്നും പറ്റിയല്ലോ. 4 മാസമൊക്കെ ആകുമ്പോഴത്തേനും പോയി സാധാരണ. താങ്ക് യു കണ്ണാൻ. നിന്നോട് പ്രതിഷേധം ഉണ്ടടാ. നീ ചേട്ടായിക്ക് മാത്രം കാര്യമുണ്ടോ? എന്റെ മുതലാളിയല്ലേ നിങ്ങൾക്ക്? എന്തേലും ആവട്ടെ, നേരിട്ട് കാണുമ്പോൾ ഞാൻ ഇതിനോട് പറഞ്ഞോളാം. അയ്യോ നല്ല രസമുണ്ടല്ലോ കളറ്. ചേരുവന്ന് തന്നിട്ടുള്ള മോളാ, അളവൊക്കെ അറിയായിരിക്കും. പക്ഷെ 2 വയസ്സാണ്. അതിൽ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയതുകൊണ്ട് ആ പോക്കറ്റ് ഉള്ളതൊക്കെ തപ്പി അയക്കുന്ന പോക്കറ്റ് ഉള്ളത് കൊടുക്കുന്നുണ്ട്. ഓ ചേരിയല്ലേ, പിന്നെ സൂപ്പർ സൂപ്പർ കേട്ടോ. എനിക്ക് ടീഷർട്ട് ഒരുപാട് ടീഷർട്ട് ഉണ്ട്. ഞാൻ ഷർട്ട് ഇട്ടുണ്ടാവും കടയിൽ പോയപ്പോൾ. അപ്പം എല്ലാവരും പറഞ്ഞു ഷർട്ട് ഇട്ടപ്പം എനിക്കൊരു പ്രത്യേകതയാണ് പറഞ്ഞു, ടീഷർട്ടേ നിങ്ങൾക്ക് ചേരത്തുള്ളൂ, ഷർട്ട് ഇടുന്നു പറഞ്ഞു. ഷർട്ട് ഇടുന്നില്ല, അതല്ലേ എനിക്ക് ഭയങ്കര പാടാണ്. തേക്കണമെങ്കിൽ പച്ചമുക്കി തേക്കണം. ഷർട്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ അത് ഇടയ്ക്കൊക്കെ എന്നൊക്കെ ഇടണം. നല്ല ടീഷർട്ട് കേട്ടോ, കളറൊക്കെ നല്ല സെറ്റ്, പോക്കറ്റും ഉണ്ട്. നല്ല ഇല്ലാത്തൊരു കളറല്ലേ? സൂപ്പർ. താങ്ക് യു. അപ്പൊ പപ്പാടെ ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നാളെ ഞാൻ രാവിലെ ഇടുന്നതായിരിക്കും. നാളെ ഇത് ഇടുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഇതിനകത്ത് ഇതേനൊരു പ്രശ്നമുണ്ട്, അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചേരെ ആ കത്രയെടുത്ത് കണ്ടിച്ചോ, അതല്ലേ നീട്ടിട്ട് പൊള്ളിച്ചേരുന്നത്. തമ്പുരാനെ ഇങ്ങനെ ഇതിലോട്ട് ഒരു മിനിറ്റ് സമാധാനപ്പെടെ. കവറ് തന്നെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് 1, 2 ഒന്നുമല്ല, മൊത്തം പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇതേപോലെ കൈ നിറച്ച് തന്നു. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ സിന്ധുമയ്ക്ക് പിറന്നാളിന് തരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, മതി എത്ര എണ്ണം നോക്കി. ഞാൻ മഴക്കൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറയും എന്താ, ഞാൻ പറഞ്ഞ് തിരിച്ചയക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനേ എന്നോട് പറഞ്ഞു എന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 എണ്ണം എനിക്ക് പൊതുവെ ഉണ്ടതേ അറിയായിരുന്നു. ഇത് കുറേ ഉണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം 4 6 ഒക്കെ ആയിരുന്നു. അതിനകത്ത് പിന്നെ 2 എണ്ണം ഞാൻ ഉച്ചേച്ചിക്ക് കൊടുത്തായിരുന്നു. ഓ
അടിപൊളി ഷോളും സെറ്റ് സാധനം കേട്ടോ. ഇത് ഒരെണ്ണത്തിൻ്റെ ടോപ്പ് ഇതേ നല്ല ഷോളും കോട്ടനാ കേട്ടോ. ഇത് ഗ്ലാസ് വർക്കും ഒക്കെ ഉണ്ട്. കോട്ടനല്ലേ? പിന്നെ റോസ് പാൻറ്, റോസ് വർക്കല്ലേ അതിന്. എന്നിട്ട് അതിൻ്റെ ഷോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതൊരു വെറൈറ്റി ഷോളാണല്ലോ ഇവിടെ. ഇത് വൺ സൈഡ് ഷോളാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെയും കളറും എന്നിട്ട് സൈഡിൽ കൂടെ ലേസും. ദൈവമേ, ഇതിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ്. ഈ കൊച്ചിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ ഒരു ശകലം പോലും അനുസരണയില്ല. ഇനി ഇത് ഒരു സ്റ്റോൺ വർക്കൊക്കെ വരുന്നത്, ഒരു ക്രീമേലും മെറൂണ് കേട്ടോ. ഇത് സ്റ്റോൺ വർക്ക്. അതെ. അതിൻ്റെ പാൻറ് ഇത് മെറൂൺ കളറ്. ഷോള് ഇത് നല്ല ഷോളാണല്ലോ. ഇത് മെറൂണിന് ഗോൾഡൻ ഡോട്ട്. നല്ല ഷോളാട്ടോ, നെറ്റിൻ്റെ ഉണക്കത്തെ. എൻ്റെ കൊച്ചേ, നിന്നോട് ഞാൻ ഇന്ന് വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. അന്നേരം പറഞ്ഞ് സിന്ധുമ്മ ഇതെങ്ങാനും തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ സിന്ധുമ്മയെ ഞാനുമായിട്ടുള്ള ലോഗ്യം കഴിക്കുന്നു, അതോടുകൂടി ബന്ധം കഴിഞ്ഞെന്ന്. അല്ല, അവര് നമ്മളെ ഇഷ്ടപ്പെടുമ്പോ ഒരെണ്ണമൊക്കെ പോരെ. ഇത് മാത്രം ആവശ്യമുള്ള പറഞ്ഞേ. ഒരു സന്തോഷത്തിന് അടുത്തത് ടവറാണല്ലോ അയക്കുന്നത്. അത്രയും നല്ലത്. അല്ല, ഇഷ്ടമാണ്, സന്തോഷമാണ് എന്നും പറഞ്ഞോണ്ട് നമ്മളെ അല്ലേ. പിന്നെ പൈസ ഇതെല്ലാം പൈസ എല്ലാരും ജോലി ചെയ്തിട്ട്, ഞാനാണല്ലോ എല്ലാരും ആണല്ലോ ജോലി ചെയ്തിട്ടല്ലേ. ഇതിന്റെ ബോട്ടം പ്രിന്റ് ആണ് കേട്ടോ. ഇത് പൂവ്, ഇത് പ്രിന്റ്. ഇത് ഷിഫോൺ ഷോള്, പീച്ച് കളറ് പാൻറ്റിന്റെ കളറ്. പിന്നെ ബ്ലാക്ക് കൊച്ചേ. ഇത് ഓറഞ്ച് കളർ നല്ലൊരു ഷോള്. ഇങ്ങനത്തെ ഒരു ഷോളിന് തന്നെ കൊടുക്കണം ഭയങ്കര വില. പാൻറ്, ടോപ്പ്, ബ്ലാക്ക് ടോപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. എന്നിട്ട് അതിന് കൈക്ക് ലൈനിങ് ഇല്ലാത്ത, അത് റെഡിമെയ്ഡ് ആയിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് വീഡിയോക്ക്. അത് ഞാൻ ഇട്ടില്ല. എന്നിട്ട് അത് അമ്മൂന് കൊടുത്തു. സിന്ധുമ്മ, ആ ബ്ലാക്ക് ടോപ്പ് സൂപ്പറായിരുന്നു. പിന്നെ അമ്മൂനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കുക. സിന്ധുമ്മ ഇട്ടിട്ട് നല്ലതായിരുന്നു. എനിക്ക് കൈയുണ്ട്, പക്ഷേ ലൈനിങ് ഇല്ലാഞ്ഞോണ്ടേ മടിയായിട്ട് ഞാൻ ഇട്ടില്ല. പക്ഷെ അത് നല്ലതായിരുന്നു. കോളറൊക്കെ കയറി നല്ല. അമ്മൂന് ഇട്ടാലും നല്ലതാണ്. ഇപ്പം വീണ്ടും ബ്ലാക്ക്. എന്താ ചേട്ടാ അവളോട്. അപ്പൊ പിന്നെ ഞാൻ എടുത്ത് ഓരോന്ന് എടുത്തെടുത്ത് നോക്കുക കേട്ടോ. നല്ല നോക്കിയിട്ട് കേട്ടോ. തയ്ച്ച് ഓരോന്ന് ഇട്ട് കാണിക്കാം. എന്നാ പറഞ്ഞാലും ഞാനുള്ള വഴക്കൊക്കെ പറഞ്ഞ വേണ്ട പോലെ ഇപ്പൊ ഇനി അയക്കണ്ടെന്ന് പറഞ്ഞ. ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പ് എങ്ങാണ്ട് അയച്ചത്. അന്നേരം ഞാൻ അയക്കണ്ട, എടി മോളെ, എന്നെ കുഞ്ഞു പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇനി സിന്ധുമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചിട്ട് വന്നിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു ഞാനത് തിരിച്ചയക്കുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിന്ധുമ്മയോടുള്ള ബന്ധം തീർന്നു. പിന്നെ എന്നാ പറയണേ, ഏതായാലും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കില്ലാത്ത കളറുകളാണ് എല്ലാം. നല്ല കളറുകൾ. അതെ, ഇട്ട് വയ്ക്കും. പോയി ഇരിക്കട്ടെ. ചട ഇട്ടുപോയപ്പോൾ ഞാൻ ഇരിക്കട്ടെ. അയ്യോ, ഭയങ്കര ചൂടാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദൈവമേ, ഇതിൻ്റെ പാൻറ് പ്രിൻറ്റും ഇതും കേട്ടോ. ഇതും നല്ല രസമുണ്ട്. ഞാൻ തുണി എന്നെ നക്കി നോക്കുന്നറിയോ, ചെറുതായിട്ട് നാക്കെ ടച്ച് ചെയ്ത് ഉപ്പ് രസം ഉണ്ടെങ്കിൽ കളറ് പോകുന്ന. ഇങ്ങനത്തെയൊക്കെ സാധാരണ കളർ ഇളകും, നേവി ബ്ലൂവിൻ്റെയൊക്കെ. പക്ഷെ അതിന് ഉപ്പ് രസം ഇല്ല കേട്ടോ. എൻ്റെ ഷോള് ഇതിനൊക്കെ ഏത് പാൻറ് ഷോളും വേണേലും വേറെ ഏതെങ്കിലും ടോപ്പൊക്കെ ഇടാൻ പറ്റുന്ന സൈസ് ഷോള്. ആ കറക്റ്റ് അല്ലേ? അയ്യോ, ഇച്ചിരിയുടെ പൊറോട്ട ഇതേ. നല്ല മൊത്തം കിട്ടത്തുള്ളൂ. അടിപൊളി. അടിപൊളി സാധനം. പിന്നെ ഇതിനകത്ത് ഈ വാഷിംഗ് മെഷീനകത്തിട്ട് അലക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ പൂടെ എന്തെല്ലാം നല്ല സൂപ്പർ ഷർട്ട്. അല്ല, നമ്മളെ ഇവിടെ അയച്ചതിനൊന്നും ഇല്ലല്ലോ. ഈ ടീഷർട്ട് അയച്ചേക്കുന്ന മോള് അയച്ചേക്കുന്നതിനും തോന്നുന്നില്ല. നമ്മൾ പിന്നെ കുറഞ്ഞത് കുറച്ചൊക്കെ എടുത്തില്ല. അത് ചിലപ്പോൾ കൂടെ ഉള്ളൂ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതെ, ആദ്യം കുറേ ദിവസമൊക്കെ ഞാൻ വലിയ കമ്മിക്ക് കല്ലിൽ അലക്കും. അത് കഴിയുമ്പോൾ ഇടും. വേണ്ടേ, ഇവിടെ ഇരി. തല കിട്ടത്തില്ലല്ലേ, വാല് കിട്ടത്തില്ല. ഇച്ചിരി വലുതാണോ? അല്ല, കറക്റ്റ് ആണോ? പിന്നെ എൻ്റെ അമ്മ ആണോ? പോക്കറ്റ് ഉള്ളത് വേണമെന്നൊക്കെ എന്താണ് ഒരു പോക്കറ്റ് വേണം. എനിക്ക് എന്നാ വെച്ചാൽ നമുക്ക് ഈ ഫോണൊക്കെ വെക്കണ്ടേ. ഫോൺ വെക്കണം, കാശ് വെക്കണം. കാശ് വെക്കുമ്പം ഇങ്ങനെ
ഫോണിനകത്തായി ഞാൻ കാശ് വെക്കുന്നത്. കാരണം എല്ലാം കാശ് എടുക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ കാശ് പോകും. അത് ശരി. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. നല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പൊ രണ്ടുപേർക്കും താങ്ക്സ് കേട്ടോ, ഒത്തിരി 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 താങ്ക്സ്. എന്നാ പറയണ്ടത് അതില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ പിറന്നാള് ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടിയല്ലേ ഏട്ടാ എനിക്ക്. കുമാരി ചേച്ചി മേടിച്ചു തന്നു, സ്മിതയും കുമാരി ചേച്ചിയെ, അയ്യോ തന്നെ സ്മിതയും കുമാരി ചേച്ചിയൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ആരാ വാങ്ങിച്ചു തന്നേ? പിന്നെ വേറൊരു മോള് സാരി മേടിച്ചു തന്ന്. ഒത്തിരി ഡ്രസ്സ് കിട്ടി. അതെ, അപ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഇനി ഒരു 2 വർഷത്തേന് ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 2 വർഷത്തേക്കല്ല, അതിൽ കൂടുതൽ ഡ്രസ്സുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, ഈ വീഡിയോ നമ്മൾ എപ്പോഴും എടുക്കുമല്ലേ, അപ്പൊ എനിക്ക് തന്നെ ഈയിടെ ആരാണ്ട് എന്നോട് ചോദിച്ചേ, രഞ്ജു എന്ന് തോന്നുന്നു, സിന്ധുവിന് എത്ര നൈറ്റി ഉണ്ട്? ഒരു 10-200 നൈറ്റി ഉണ്ടോ? സിന്ധു രഞ്ജു ആരാണ്ട് എന്നോട് ചോദിച്ചു. പക്ഷെ എത്ര നൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാലോടല്ലോ, പിന്നെ വീഡിയോക്ക് ഇടാനായിട്ട് നോക്കുമ്പോഴത്തേനും ഇത് ഈയിടെ ഇട്ടതേ ഉള്ളൂ എന്ന് തോന്നും. ആരുടെയൊക്കെ കമന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഇത്രയും നൈറ്റ് വെച്ചിട്ട് സിന്ധുമ്മ തന്നെ പിന്നിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, കറങ്ങി എല്ലാം ഇടുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാകും എന്തേലും ഉണ്ടെങ്കിലും. എന്റെയൊക്കെ ഷർട്ട് എന്ന് വെച്ചിട്ടുണ്ട് എത്ര നാളായ ഷർട്ട് കുറെ പിറക്കി കൊടുത്തു ഞാൻ, എല്ലാവർക്കും ഓരോരുത്തർക്കും കുറെ പിറക്കി കൊടുത്തു. ഇപ്പൊ ഇനി കുറച്ചേ ഉള്ളൂ. എന്നതിനെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് ടൈറ്റ് ആകുന്നത് ഇറങ്ങി കൊടുത്തേക്കാം. നല്ല ടൈറ്റ് മോശം ഷർട്ടല്ല, ഷർട്ടുകളാണ് എല്ലാം. അതെ, അപ്പം തന്ന മക്കൾക്ക് ഒത്തിരി സന്തോഷം, സ്നേഹം ഒക്കെ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടുന്നതും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ ഇഷ്ടമുള്ളതാണ് എനിക്കറിയാം. ഏറ്റവും വലുത് ജീവിതത്തിനകത്ത് ഏറ്റവും പ്രധാന സന്തോഷമാണ്. അതെ, സന്തോഷമായിട്ടിരിക്കാൻ അല്ലേ? പിന്നെ ദൈവമേ, അതിന് എല്ലാ കുടുംബത്തും എല്ലാവർക്കും സാധിക്കട്ടെ ദൈവമേ. ആരും ഒരാപത്തിലും ഒരു ചതിയിലും ഒരു അപകടങ്ങളിലും ഒന്നും പെടാതെ നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? പിന്നെ അതെ. പിന്നെ വേറെ എന്നാ വിശേഷങ്ങൾ? ഞാനില്ല ഇത്രയും നേരം പറഞ്ഞു, ചേട്ടാ ഇനിയും പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ പണിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഞാൻ എന്നാ പറയാം, കടയിൽ പോയിട്ട് രാവിലെ 7:30 പോകുന്നു, വൈകിട്ട് 8:30 വരുന്നു. ഞാൻ എന്നാ പറയാൻ? അതെ, അത് തന്നെ കളി. വരുന്നു, എന്നെയും കുളിക്കുന്നു, ഫുഡ് അടിക്കുന്നു, കയറി കിടക്കുന്നു. അത് തന്നെ, അത് നമ്മുടെ ആരോഗ്യ പ്രശ്നം വളരെ മോശമല്ല, വേറെ ആരോഗ്യം ഇല്ലല്ലോ. അതെ, അന്നേരം അതിനകത്തുള്ള പണികളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പാടാം. ഇന്ന് രാവിലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ എഡിറ്റ് അത്രയും വയ്യാഞ്ഞിട്ട് ഞാൻ വന്ന് എഡിറ്റ് ചെയ്ത് പെറുക്കി എല്ലാം വെച്ചു. പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ല, എനിക്ക് സമാധാനമില്ല. എന്നാ ഇതില്ലാഞ്ഞിട്ടാ, നമുക്ക് കാര്യം ചിലപ്പോൾ 1000 പേരോ 2000 പേരോ ഒക്കെ തീരെ കുറവാണ്, $1 പോലും കയറാത്ത ദിവസങ്ങളുണ്ട്. പക്ഷെ ആ സമയമായപ്പോൾ എനിക്ക് എൻ്റെ പണി അതാ, എനിക്കത് ചെയ്തില്ലെങ്കിൽ സമാധാനമില്ല. അത് മനസ്സിലായില്ലേ? പക്ഷെ അന്ന് വെച്ച് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നില്ല. എനിക്ക് വയ്യെന്ന് കണ്ടാൽ ഞാൻ ആശുപത്രിയിൽ പോവും, യാത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ യാത്ര പോവും, അങ്ങനെ കൂടെ ചെയ്യണം. എനിക്കിനിയുള്ള യാത്രയൊന്നും വലിയ പാടാണ്, യാത്രയൊന്നും പറ്റിയില്ല. കാര്യങ്ങള് ഒരിടത്ത് പോകാൻ കഴിയില്ല. ഇപ്പൊ ഭയങ്കര മടി തന്നെ. യൂറിക് ആസിഡ് എല്ലാം കൊണ്ട് ഇപ്പൊ സുഖം വിളിച്ചു കേട്ടോ, ഇപ്പൊ സുഖം വിളിച്ചോളൂ. അമ്പലത്തിൽ ഉത്സവം തുടങ്ങി, എപ്പോഴാ വരുന്നത് ചോദിച്ചത്. അതാ പറഞ്ഞേ. പക്ഷെ നിങ്ങൾ അടുത്ത മാസം ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യം വരുന്നില്ല, കൊച്ചുങ്ങൾക്ക് പരീക്ഷയ്ക്കല്ലേ, എന്നാൽ ഏപ്രിൽ മാസം ലാസ്റ്റ് വരാൻ. പക്ഷെ അയ്യോ ചൂടത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മുഖം മൊത്തം ചൂർച്ചയില്ല, ചൂടത്ത് കൂട്ട് വന്നിട്ട്. യാത്ര പോകാൻ ഇഷ്ടമില്ല, ഇച്ചിരി ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാനും ഉള്ളായിരുന്നു സുഖൂൻ്റെ അവിടെ. ഇപ്പം അതും ഇതായി. യാത്ര വലിയ പണി എനിക്ക് യാത്ര. എനിക്ക് മടുപ്പായി കേട്ടോ, ഹോട്ടലിൽ ഭക്ഷണം എനിക്ക് തീരെ മടുപ്പാണ്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എവിടെയെങ്കിലും പോകാനൊക്കെ, പക്ഷെ ഇപ്പം എനിക്ക് മടുപ്പായി. ഹോട്ടലിൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ കാന്തിരി ചമ്മന്തിയും അതൊക്കെ മതി. ഇന്നലെ പിള്ളേര് ചെന്നപ്പോഴും അവിടെ ചെന്നപ്പോൾ അവരും പറയാ വീട്ടിലെ ഫുഡാ എനിക്കിഷ്ടം. എനിക്ക് മറ്റേ ഈ ബർഗർ ഇങ്ങനെയുള്ള സാധനം, പെറോട്ട, പിന്നെ രാവിലെ 3 ഇഡ്ഡലി കഴിക്കും. 3 ഇഡ്ഡലി സാമ്പാർ സമ്മന്തി കഴിക്കും. സാമ്പാറില്ലേ? സാമ്പാർ ഞാൻ സാമ്പാർ കഴിക്കില്ല. 30 രൂപ കേസ് ഉണ്ട് രാവിലത്തെ കാപ്പി. അത് 7:30 നേരത്തെ എന്ന് വെച്ചാൽ എന്നും വീട്ടിൽ നിന്ന് രാവിലെ കാപ്പി കുടിച്ചിട്ട് പോകും. പക്ഷെ ഇപ്പൊ 7:30 പോകും. നേരത്തെ എന്ന് വെച്ചാൽ 8:30 ആകുമ്പോൾ പോയാൽ ഇപ്പൊ നേരത്തെ പോകും. 7:15. അതെ 7:15 പോകും. രാവിലെ വെളുപ്പിന് 6 മണിയാകുമ്പോൾ കട തുറക്കണം. വെളുപ്പിന് 6 മണിയാകുമ്പോൾ പിന്നെ ബേക്കറി തുറക്കും. അപ്പൊ അത്ര നേരത്തെ കടയിൽ തുറക്കും. പിന്നെ രണ്ടിടത്തും കൂടെ ഒരാളെ കാണത്തുള്ളൂ. അപ്പം നമ്മൾ കൂടെ പോളിപ്പോൾ ചെയ്യണ്ടല്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളുള്ള കാലം വരെ നമുക്ക് ചെയ്ത് കൊടുക്കാത്തതേ ഉള്ളൂ. നമ്മൾ മേടിക്കുന്ന ശമ്പളത്തിനും നമ്മളോട് ഒരു ആത്മാർത്ഥം കാണിക്കണം.
പണ്ട് പിന്നെ ഞാൻ ഒരു 13 പിന്നെ സ്റ്റേറ്റിനകത്തിരിക്കുമ്പോൾ ഞാനൊരു 10-16 മാനേജർമാരെ ചെയ്തിട്ടുണ്ട്. ചെവി മുഖം മൊത്തം ചൊറിച്ചില്ല, അതാ ഞാൻ ഈ കിള്ളുന്ന കേട്ടോ. അപ്പോഴത്തേക്കൊരു മാനേജരുണ്ടോ പറഞ്ഞു, സുല്ലേ ചുമരുണ്ടല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, ചുമരുണ്ടല്ലേ പറ്റുള്ളൂ, ചുമർ ഇടിഞ്ഞു പോയാൽ കഴിഞ്ഞാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കട ഉണ്ടല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ കടയിലെങ്കിൽ വേറെ കട എന്ന് നമുക്ക് ചിന്തിക്കരുത്. നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, ഈ കട അല്ലെങ്കിൽ വേറെ കടയുണ്ട്, പക്ഷെ നമുക്ക് ഈ കട നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി എല്ലാം വൃത്തിയായിട്ട് രീതിയിൽ കൊണ്ടുപോയി നടത്തണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്കും എന്നാ ഭയങ്കര കാര്യം കേട്ടോ. 50 കോള് വരും. എന്തേ എവിടെയാ എന്നാ എങ്ങനെയാന്ന് ചോദിച്ചു, ഒരു 50 കോള്. അപ്പൊ ഗിഫ്റ്റ് കിട്ടി, ഞങ്ങളുടെ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടില്ലേ. ഇടയ്ക്കിടയ്ക്ക് ചേട്ടാനെ പിടിച്ചിരുത്തി ഇങ്ങനെ ഒരു കഥകളും ഭയങ്കര ടയർഡാ. എന്റെ മുഖത്ത് നോക്കി തന്നെ അറിയാമായിരുന്നു ഭയങ്കര ടയർഡായിപ്പോയി ഇന്ന്. ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു, ഭയങ്കര ടയർഡാ. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഇതാ ചിന്തയാ. അല്ല അത് തന്നെയാണ് ചുമയും ശ്വാസം മുട്ടലും ഒക്കെ, ചുമയൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പാട്ടൊക്കെ പാടുന്നതായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്പീക്കറും മൈക്കും ഒക്കെ എടുക്കുന്ന ദൂരം ഇല്ലെന്നുള്ളതാണ്. എന്ന് ചെയ്യാനാ, അല്ലെങ്കിൽ നേരത്തെ എന്ന് വെച്ചാൽ പാട്ടും കുത്തുമ്പാളൊക്കെ ഒക്കെ വെക്കുമായിരുന്നു. ഇനിയിപ്പം നോക്കിയോ നമുക്ക് ഭരിക്കാൻ പറ്റും, ശ്വാസം നമുക്ക് കിട്ടത്തില്ല. ഇനി നമ്മുടെ പിള്ളേര് അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞേക്കുന്നേ. അവർ വരുമ്പോ മൈക്കൊക്കെ ഒന്ന് എടുക്കാം. അതെ, മുഖം ഷേപ്പൊക്കെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ക്ഷീണമാണല്ലേ, എൻ്റെ മുഖം കണ്ടാലും അറിയില്ല, അങ്ങനെ ഇങ്ങനെ തൂങ്ങി വരും. കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള എൻ്റെ ഒരു ചേച്ചിക്കുട്ടി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനിലിന് അപ്പടി ക്ഷീണമാ സിന്ധു, നീ ശ്രദ്ധിക്കണേന്ന്. ഞാൻ എന്നിട്ട് അന്നേരം ആ ആഴ്ച അവന് പറയുന്നത് കേട്ടോ, പോയി ചെക്ക് ചെയ്യ് എവിടെ. ഈ വീഡിയോ കാണുമ്പം ചേട്ടാ അല്ല എന്നെ 2 എണ്ണം പറയും. എൻ്റെ എറണാകുളത്തുള്ള ചേച്ചി, സുനിൽ അപ്പടി ക്ഷീണിച്ചിരിക്കുക, സുനിലിനെ ശ്രദ്ധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നത് എന്നാ ചെയ്യാനോ. കുഞ്ഞു വച്ചാണെങ്കിൽ എനിക്ക് എടുത്തോണ്ട് പോവാം, ഇത് എടുക്കാൻ പറ്റുമോ? 2 ദിവസം ഇല്ലായിരുന്നല്ലോ. 2 ദിവസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചുമയും കാര്യങ്ങളും അസുഖങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഞാൻ കഴിച്ചിട്ട് വന്ന് കയറി ഒറ്റ കിടപ്പ് കിടക്കും. ഭയങ്കര ചൂടുമല്ലായിരുന്നു ഇവിടെ, എല്ലായിടത്തും അതെ. 2 ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയി, അതായാലും കഴിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഞാൻ അടുക്കളയായിട്ട് പോയില്ലേ, കടിങ്കാപ്പി പോലും ഉണ്ടാക്കിയില്ല. വന്നു കഴിഞ്ഞാൽ എഴുതാക്കും വെള്ളം ചൂടാക്കും കുളിക്കും, വൈകിട്ട് വരും വെള്ളം ചൂടാക്കും കുളിക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ വന്ന് ഉണ്ടാക്കി തിന്നാനും പറക്കാനും ഒക്കെ ഇഷ്ടമായി തന്നെ ചെയ്തോളുമായിരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് ശരി. എങ്ങനെ ചുമയും ശ്വാസം മുട്ടലും അലർജിയൊക്കെ മാറും. മഞ്ഞ് കണ്ടോ, ഇത് ഈ സമയത്തൊക്കെ ഇങ്ങനെ മഞ്ഞാകുന്നത് തന്നെ ഇങ്ങനെ. ഇന്നലെയാണ് മഴ പൊഴിഞ്ഞ് താഴെ ചാടിയതാണ്, പക്ഷേ പെയ്തില്ല. ഇതും കൂടെ വെട്ടിക്കളയാൻ മേലായിരുന്നു ചേട്ടാ ചോദിച്ചു കേട്ടോ. ഇത് നമുക്ക് കവാത്തി ചെയ്ത് നിർത്തണം. ചേട്ടയുടെ പുത്തൻ ടീഷർട്ട് ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല അല്ല ചേട്ടായി പറഞ്ഞാൽ നല്ലതാണോ, ഇഷ്ടപ്പെട്ടോ അത്? ഇപ്പം അനു വരുന്നുണ്ട് കേട്ടോ കൊണ്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും കണ്ടോ. അതുകൊണ്ട് നല്ല കാര്യം, അവനെ ഇന്നലെ ചെടി താഴത്തത് നട്ടു തന്നെ. നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാൻ പറഞ്ഞാൽ എന്നോട് പറയും വൈകിട്ട് തിരിച്ചു കൊണ്ടൊരു പാടാ, വേണ്ടെന്ന് പറയേ. അപ്പടി ക്ഷീണിച്ചീണമുണ്ട് അപ്പടി. പ്രിൻറ്റും ഒക്കെ വേറെ എവിടെ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നൊരു പട്ടിക്കുഞ്ഞായത് കേട്ടോ. പക്ഷേ ഇതിന് 2 കണ്ട അമ്മയും മോളെയും മോളെ കൊണ്ടതേ കണ്ടോ. കുറേ സമയമായി 2 കൂടെ വന്നുകൊണ്ട് കടിപിടി, അങ്ങോട്ട് കടിപിടി ഇങ്ങോട്ട് കടിപിടി. ഈ കുഞ്ഞുപട്ടി മേളാങ്കിക്കുകയാണ്, അതിനനുസരിച്ച് വലിയ പട്ടി കടിപിടി അലമ്പ്. മൈതാനം മുണക്ക് അവിടെ ചിറ്റപ്പനാടിൻ്റെ ഗ്രൗണ്ട് കിടക്കുമല്ലേ, അല്ല പറമ്പ് ഗ്രൗണ്ടല്ല സോറി കേട്ടോ, ചിറ്റപ്പനാടെ ബഡ് ഇറക്കിയിട്ടേക്കുന്നത് പറമ്പാണ്. അതിനകത്ത് കിടന്നുകൊണ്ട് മേളാങ്കോ 2 കൂടെ കിടന്നുണ്ട്. കുറേ സമയമായി കേട്ടോ. ഞാൻ വീഡിയോയുടെ തമ്മിലൊക്കെ റെഡിയാക്കുക, സിറ്റോട്ടി ചേടായി പോയി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിരുന്നേ. അന്നേരത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ചേട്ടായി ശരിക്കും ക്ഷീണിച്ച് മടുത്തൊക്കെ ഇരിക്കുക, എന്നാൽ പോയി കിടന്നേക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബില്ലേക്ക് വിളിച്ചു പൊട്ടിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.